ശബരിമലയിൽ വീണ്ടും ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 84,000-ഓളം ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് അരുണിന് പിറകിൽ കാണുന്നത്. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് ഭക്തജന തിരക്ക് കുറവുണ്ടായിരുന്നു അരുൺ. എന്തായാലും ഇന്ന് ഭക്തജന തിരക്ക് കൂടുതലാണെന്ന് അറിയുന്നു. കേന്ദ്രസേന എത്തിയതിന് പിന്നാലെ അവിടുത്തെ ഭക്തജന തിരക്കൊക്കെ ഒരുവിധം ഒന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞു അല്ലേ? ഇന്ന് എന്താണ് അവസ്ഥ? ഇന്ന് എങ്ങനെയാണ്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അരുൺ? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ വലിയ നടപ്പന്തലിലടക്കം വലിയ തിരക്കുകളൊന്നുമില്ലായിരുന്നു. സുഖദർശനമായിരുന്നു ഇന്നലെ ഭക്തർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 84,000-ലധികം ഭക്തരാണ് ഇന്നലെ ഭഗവാനെ കാണാനായി തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്നും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേന്ദ്ര സേനകളുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു ഇടപെടൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത്. എന്തായാലും NDRF സംഘം ആദ്യം എത്തി, അതിനുശേഷം RAF സംഘം എത്തി. 140 പേരടങ്ങുന്ന RAF സംഘമാണ് ശബരിമല സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആശങ്കകൾക്കൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെയില്ല. ആദ്യ ദിവസങ്ങളിലുണ്ടായ ഒരു വലിയ വീഴ്ച അത് ഭക്തരെ സംബന്ധിച്ചോളം വലിയ വേദന ഉണ്ടാക്കിയിരുന്നു, അവർക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നു. എന്തായാലും അത്തരം ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അതിനുള്ള ഇടപെടൽ അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടേണ്ടത്. എന്തായാലും ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് ഉണ്ടാകാനുള്ള സാധ്യത. ഇന്നും 80,000-ലധികം ഭക്തർ സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. 70,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയുടെ തിരക്ക് കണക്കിലെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഈ സ്പോട്ട് ബുക്കിംഗ് എത്ര വേണമെന്നുള്ള കാര്യം നിജപ്പെടുത്താൻ ഒരു പ്രത്യേക സംവിധാനമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്പെഷ്യൽ കമ്മീഷണർ, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പോലീസ് ഓഫീസർ അടക്കമുള്ള ഒരു സംഘമാണ് ഈ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അത് കൃത്യമായി തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിനനുസരിച്ച് ശബരിമലയുടെ തിരക്ക് അനുസരിച്ച് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. നിലയ്ക്കലാണ് അതിനുള്ള കേന്ദ്രമെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ വന്ന വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ലഭ്യമായ, കുടിവെള്ളമൊക്കെ കറക്റ്റ് സമയത്ത് ലഭ്യമാകുന്നുണ്ടോ അരുൺ? തീർച്ചയായും ഈ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ അത് വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ കൃത്യമായി പറയുന്ന പോലെ വിരിവെക്കുന്നതിനുള്ള ഒരു സൗകര്യം, കൃത്യമായി തന്നെ വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നതിനുള്ള സൗകര്യം, ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പ്രതിസന്ധിയാണ്. ഒരു പരിധിവരെ എല്ലായിടങ്ങളിലും വെള്ളം എത്തിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിരിവെക്കുന്നതിന് പ്രത്യേകിച്ച് ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയങ്ങളിലൊക്കെ തന്നെ ഈ വിരിവെക്കുന്നതിന് ഒരു കൃത്യമായ ഒരു സൗകര്യമില്ലാത്തത് ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രതിസന്ധികൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശാശ്വതമായ ഒരു നടപടി, ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. പക്ഷേ ഓരോ മണ്ഡലകാലത്തും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള ഒരു മറുപടിക്കപ്പുറത്തേക്ക് ഒരു ഇടപെടലും നടത്താൻ ദേവസ്വം ബോർഡിനോ അതോടൊപ്പം തന്നെ സർക്കാരിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ മഴ പെയ്യുന്ന ഈ സമയങ്ങളിലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കുമാണ് അത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിരിവെക്കുന്നതിന് മതിയായ ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇനി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ ഒരു പ്രശ്നത്തിന് അത് കൃത്യമായി തന്നെ ഇടപെടേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള ഇടപെടൽ ഒന്നുമില്ല. അത് പമ്പയിലും നിലയ്ക്കലുമാട്ടെ സന്നിധാനത്തും എല്ലാം തന്നെ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അടിസ്ഥാന സൗകര്യ വികസനം അത് തന്നെയാണ് ഇവിടെ വലിയ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നത്. ആ ഒരു പ്രശ്നത്തിന് കൂടി അടിയന്തരമായുള്ള ഒരു പരിഹാരം കാണേണ്ടതാണ്. എല്ലാ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നതാണ്. ഈ വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്നതിനപ്പുറത്തേക്ക്, ആ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഒരു ക്രിയാത്മകമായ ഇടപെടൽ അല്ല പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നതിനുള്ള ഒരു നടപടികളും ഇതുവരെയും ആകുന്നില്ല. അശ്വതി. അരുൺ, ഇനിയൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. അരുൺ, എത്ര നാളായി ശബരിമലയിൽ നിൽക്കുന്നപ്പോൾ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഇത്രയും ദിവസമായി ശബരിമലയിൽ തുടരുകയാണ് അരുൺ. എന്താണ് ആ ഒരു അനുഭവം?
ഒറ്റ വാക്കിൽ പറയാം, ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരു സന്നിധാനം. അത് തന്നെയാണ് അതിൽ കൂടുതലൊരു അനുഭൂതി. ഇവിടെ വരുന്ന നമുക്ക് മാത്രമല്ല, ഇവിടേക്ക് എത്തുന്ന ഭക്തർ 3-4 സെക്കൻഡ് ആയിരിക്കും ഈ ക്യൂ നിന്ന് എത്തുന്ന ഭക്തർക്ക്, ദേശങ്ങൾക്കപ്പുറത്തേക്ക് കടന്നു വരുന്ന ഭക്തർക്ക് അത് കൃത്യമായി തന്നെ കിട്ടുക 3-4 സെക്കൻഡ് ആയിരിക്കും ഒന്ന് ഭഗവാനെ ദർശിക്കാനുള്ള. തീർച്ചയായും അരുൺ. എന്തായാലും അരുൺ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അരവണ മറക്കണ്ട, അരവണ കൊണ്ടേ ജനം ടിവിയുടെ ഓഫീസിലേക്ക് കയറാവൂ കേട്ടോ. തീർച്ചയായും. യെസ്, അരുണാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.